ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SSCRT ഹിസ്റ്ററിയുടെ 4ാമത്തെ ചാപ്റ്ററാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററാണ്. എല്ലാ PSC എക്സാമുകളിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ സിലബസ് ബേസിൽ 75% പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എക്സാമിന് തൊട്ട് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവുക. 2x സ്പീഡിലൊക്കെ ഇട്ടിട്ട് സ്പീഡ് കൂട്ടിയായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക. നമുക്ക് ഒരു 50% മാർക്കെങ്കിലും മസ്റ്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കോട്ടിങ്സോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന ആ ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ കോട്ട്സ് ആണ് ആദ്യം ഈ ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമെങ്കിൽ അല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതുജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്ന അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി വന്ന ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയാണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോഴേക്കും അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയില് അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതത്ര ചെറിയൊരു കാര്യമല്ല. കാരണം ഇന്ന് കാണുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കഠിന പ്രയത്നവും അവരുടെ കഠിനാധ്വാനവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിക്ഷിപ്തമായിരുന്ന ആ ഒരു സമയത്ത്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യയെ കെട്ടിപ്പതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തമായ ഒരു പരിശ്രമം ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 1946 ഡിസംബർ മാസം 6-ാം തീയതി എന്നാണ്. ഡിസംബർ മാസം 6-ാം തീയതി ആണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. 1946 ഡിസംബർ 6-ാം തീയതി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും 9-ാം തീയതി അതിന്റെ ആദ്യ സമ്മേളനം സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ ആദ്യ സമ്മേളനം നടക്കുകയും ചെയ്യുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും 11-ാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിക്കുകയും 13-ാം തീയതി നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസംബർ 13-ാം തീയതി 1946 അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖമായി മാറിയത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ലക്ഷ്യപ്രമേയത്തിൽ പ്രധാന പോയിന്റ്സ് ആണ് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും.
ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന് നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാര ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘാടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത്രയുമായിരുന്നു ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന പോയിന്റുകൾ. ഇതാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് 46 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങളാണ് വായിച്ചത്. ഇനി നമ്മുടെ ഈ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത് എന്ന് പറഞ്ഞല്ലോ. ആമുഖത്തിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം, വെരി ഇമ്പോർട്ടന്റ്, ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സൗഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് അറിഞ്ഞിരിക്കുക, ഭാരതത്തിലെ ജനങ്ങളായ നാം. അതിനുശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 5 വേർഡ്, പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്, ആ ഓർഡർ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പസമജറി അങ്ങ് ഓർത്തിരുന്നാ മതി. പസമജറി, പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്, ഈ ഓർഡർ അറിഞ്ഞിരിക്കണം ഈ വേർഡ്സിന്റെ. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് നീതി, രണ്ടാമത് സ്വാതന്ത്ര്യം, മൂന്നാമത് സമത്വം. ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ നീതി എന്ന് പറയുന്നത് നമ്മൾ USSRൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. നീതി എന്ന് പറയുന്നത് മാത്രം USSRൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യവും സമത്വവും എവിടെ നിന്നുമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എവിടെ നിന്നുമാണ് വരുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ് വരുന്നത്. അപ്പം സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ സാഹോദര്യം, ഇത്രയും നമ്മൾ എവിടെ നിന്നുമാണ് എടുത്തിരിക്കുന്നത്? അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ്. നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ്. അതിൽ നീതി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നും, സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക ഡേറ്റ്. ഭരണഘടന നിലവിൽ വന്നത് ആക്ച്വലി 1950 ജനുവരി 26 പക്ഷെ ആ ഒരു ഡേറ്റ് നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. നമ്മുടെ ഭരണഘടനയിൽ ആകെ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 എന്ന ഡേറ്റ് മാത്രമേ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതും മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളും ഭരണഘടനാ നിർമ്മാണ സഭയും ഒക്കെ എന്താണെന്നൊന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണിത്, 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ
2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ഓർത്തിരിക്കുക, എത്ര നാളാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്തത്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇനി ഓപ്ഷനിൽ 18 ദിവസം എന്നാണ്. 17 ദിവസം ഇല്ല എന്ന് വിചാരിക്കുക. 18 ദിവസമാണെങ്കിൽ അത് കർപ്പിച്ചിട്ട് പോരുക. ഓക്കെ. 1949 നവംബർ 26 അംഗീകരിച്ച നിയമമാക്കി നമുക്കായി തന്ന് സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയങ്ങളിൽ 22 ഭാഗങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് എത്ര ഭാഗങ്ങളാണുള്ളത്? ഇന്ന് ആ സ്ഥാനത്ത് ഉള്ളത് 25 ഭാഗങ്ങളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, അന്ന് 22 ഭാഗങ്ങളായിരുന്നു, ഇന്ന് 25 ഭാഗമാണുള്ളത്. അതുപോലെ തന്നെ 8 പട്ടികകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് എത്ര പട്ടികകളാണുള്ളത്? ഇന്ന് 12 പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. അന്ന് 395 ആർട്ടിക്കിളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 400 സംതിങ് ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ, രാജ്യത്തിന്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അടുത്തത് എന്താണ് പ്രത്യേകത? പാർലമെന്ററി ജനാധിപത്യം. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയാണ് നമ്മളെ ഭരിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. അതിന്റെ മീനിങ് എന്താണ്? നമ്മളിവിടെ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സമയത്ത് 395 ആർട്ടിക്കിളുകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 8 പട്ടികകളും 22 പാർട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിനൊക്കെ ചേഞ്ച് വന്നു എന്ന്. അതായത് ഇന്ത്യൻ ഭരണഘടന അമെൻമെന്റ് നടത്താൻ സാധിക്കും, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദൃഢവും അയവുള്ളതുമായ ഒരു ഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് ഉണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. അതായത് ഭാഗം 3 പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങൾ, ആർട്ടിക്കിൾ, അതായത് മൗലിക അവകാശങ്ങളും അടുത്തതായി പറഞ്ഞിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളും. ഭാഗം 3 മൗലിക അവകാശങ്ങൾ പറയുന്നു, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ പറയുന്നു, 4A മൗലിക കർത്തവ്യങ്ങൾ പറയുന്നു. മൗലിക അവകാശം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ലോകസഭയും രാജ്യസഭയും ഉണ്ട്. അതായത് ദ്വിമണ്ഡല പാർലമെന്റ് ആണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്കിടെ ഒരു ഫെഡറൽ സിസ്റ്റം ആണുള്ളത്. അതായത് ശക്തമായ കൺട്രോൾ എവിടെയാണ്? കേന്ദ്രത്തിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ സുപ്രീം കോടതി, പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയും അത് തീർച്ചയായും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതി വ്യവസ്ഥയാണ് നമ്മുടെ കോടതികളെല്ലാം പിന്തുടർന്നു പോരുന്നത്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, നമുക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ UPSC, ഇതൊക്കെ സ്വതന്ത്രപരമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത്രയും നമ്മുടെ പ്രധാനമായും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറലിസത്തിനെ പറ്റി പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരു ശക്തമായ ഒരു സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഭരണഘടനയുടെ സവിശേഷതയെ കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ, അത് കുട്ടികൾക്കുള്ള പോർഷനാണ്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നു.
ഭരണത്തിന്റെ വിവിധ തലങ്ങളിൽ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരങ്ങൾ പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ഓക്കെ, അതാണ് ഫെഡറലിസം എന്ന് പറയുന്ന കാര്യം. ഇനി അടുത്തത്, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അധികാരങ്ങൾ പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും കാതലായ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണത്. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടനയും അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവ. നമ്മുടെ ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞു. ഒന്നിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ് നമ്മൾ ഭാഗം 1 പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ ഭൂപ്രദേശം, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ഭാഗം 1 പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരം ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് പരാമർശിക്കുന്നില്ല. ഓക്കെ, അതായത് ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് ഒരിടത്തും പറയുന്നില്ല. വീണ്ടും ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, അത് പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അതായത് ഇന്ത്യയില് പട്ടികകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 12 പട്ടികകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 7-ാം പട്ടികയിലാണ് നമ്മുടെ ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അതായത് ഓർത്തിരിക്കാൻ 7 എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? അപ്പൊ അങ്ങ് ഓർത്തിരുന്നാൽ മതി, നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പം നമ്മുടെ പട്ടിക 7-ാമത്തെ, അതായത് 7th പട്ടികയിലാണ് നമ്മൾ ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അതായത് ഫെഡറൽ രാഷ്ട്രമാണ്, യൂണിയനും സെൻട്രൽ ഗവൺമെന്റിനുമാണ് അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം യൂണിയൻ ലിസ്റ്റും സംസ്ഥാന ലിസ്റ്റും നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണത്തിനുള്ള അധികാരമുള്ള വിഷയങ്ങളാണുള്ളത്. 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. പ്രധാനമായുമുള്ള യൂണിയൻ ലിസ്റ്റിലാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വിദേശകാര്യവും പ്രതിരോധവും ഒക്കെ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആ പ്രതിരോധ മന്ത്രാലയം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? അല്ല, ഇത് യൂണിയൻ ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ പറയുന്ന വിദേശകാര്യം, പ്രതിരോധം, അതുപോലെ തന്നെ റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഇതൊക്കെ നമ്മുടെ യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. ഈ സംസ്ഥാന ലിസ്റ്റിലേക്ക് വരികയാണ്. സംസ്ഥാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് നിയമനിർമ്മാണത്തിന് പൂർണ്ണമായും അധികാരമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിലുള്ളത്. 66 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉള്ളത്. ഉദാഹരണം കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ് നമ്മുടെ സംസ്ഥാന ലിസ്റ്റിലുള്ളത്. ഇനി അടുത്താണ് സമവർത്തി ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ മലയാളമാണ് സമവർത്തി ലിസ്റ്റ്. ആ പേര് ഓർത്തിരുന്നോളുക. കാരണം ഇനി സമവർത്തി ലിസ്റ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അറിയില്ലാതിരിക്കരുത്. കൺകറന്റ് ലിസ്റ്റ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ തന്നെ അധികാരമുള്ള വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റിലുള്ളത്. അതിൽ 47 വിഷയങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവയാണ് നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ ലിസ്റ്റിലും ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ റിസൈഡറി പവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാനഡയിൽ നിന്നും എടുത്തിരിക്കുന്ന നമ്മുടെ അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളും ഉൾപ്പെടുത്താതായ വിഷയങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങളെയാണ് നമ്മൾ റിസൈഡറി പവർ പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ സൈബർ നിയമങ്ങൾ. അത് ഈ 3 ലിസ്റ്റിനും
കൊള്ളുന്നില്ല. ഇനി ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പോലെ തന്നിട്ടുണ്ട്. അതായത് ഓരോന്ന് തിരിച്ചെഴുതാനാണ് അവർ പറയുന്നത്. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. അത് എവിടെയുള്ളതാണ്? കാരണം തീവണ്ടി റെയിൽവേ എവിടെയാണുള്ളത്? യൂണിയൻ ലിസ്റ്റിലാണുള്ളത്. അപ്പം ഇത് എവിടെയുള്ളതാണ്? ഇത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണ്. ഇന്ത്യയും ശ്രീലങ്കയുമായി നിയന്ത്രണ കരാർ ഒപ്പുവെച്ചു. അത് എവിടെയാണുള്ളത്? അത് നമ്മുടെ പ്രതിരോധത്തില് അല്ലെങ്കിൽ വിദേശകാര്യത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് എവിടെയാണ്? അതും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിക്കുക. ജയിൽ എന്ന് പറയുന്നതും പോലീസ് എന്ന് പറയുന്നതും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുക. അതെവിടെയാണ് വരുന്നത്? അത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ദേശീയ വന നയം പ്രഖ്യാപിക്കുക. ദേശീയ വന നയം ആരുടെ ലിസ്റ്റിലാണ്? അത് യൂണിയൻ ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി പുതിയ പോലീസ് നയം പ്രഖ്യാപിക്കുക. തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, കാരണം പോലീസ്, ജയില്, ആരോഗ്യം ഈ പറയുന്നതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉള്ളത്. അതൊന്ന് വേർതിരിച്ചെഴുതാൻ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് കോളം ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അധികാരം വേർതിരിക്കുന്നതിനെ പറ്റി ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ കോട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം, പൂർണ്ണമായും അടിച്ചമർത്തലും ഉണ്ടാകും. നമുക്കറിയാലോ, കേന്ദ്രം മാത്രം ഭരിച്ചു കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരം നൽകാതെ കേന്ദ്രം മാത്രം ഭരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഭരണം ഡിവൈഡ് ചെയ്ത് നൽകിയിരിക്കുന്നത്. അതാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഈ കോട്സ്. ഇനി നമ്മുടെ അധികാരം വേർതിരിക്കുന്നത്, അതായത് നമ്മുടെ നിയമനിർമ്മാണ സഭ, നമ്മുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്നതാണ് നിയമനിർമ്മാണ സഭ. സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ വരുന്നു. ഈ കാര്യനിർവഹണ വിഭാഗം, അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഈ പാർലമെന്റിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദവും കൂടി ചേർന്നാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അടുത്ത നീതിന്യായ വിഭാഗം സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് വരുന്നത്. ഓക്കെ, ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കാൻ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ് നമ്മൾ വായിച്ചല്ലോ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന തടയുന്നതും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥാ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. നിർമ്മാണ സഭ എന്ന് പറയുന്നത് തീർച്ചയായും പാർലമെന്റ് എന്നുള്ളതാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നത് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മമാണ്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാകുന്നു. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാകുന്നതിന് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർലമെന്റും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ നിയമസഭകളുമാണ് വരുന്നത്. നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ, ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കുകയും ചെയ്യുക, നിയമനിർമ്മാണം നടത്തുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക. ഇത്രയുമാണ് നമ്മുടെ പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി പാർലമെന്റ് നമ്മൾ പറഞ്ഞു, നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ പാർലമെന്റ് എന്ന് പറയുന്നതാണ്, അതായത് നമ്മുടെ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേരുന്നതാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇനി ഉപരാഷ്ട്രപതി ഉൾപ്പെടുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഡൗട്ട് തോന്നാം. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. അതുകൊണ്ടാണ് ഞാൻ ഉപരാഷ്ട്രപതി നമ്മുടെ പറയുകയാണ്. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? രാജ്യസഭാ അംഗങ്ങള്, ലോകസഭാ അംഗങ്ങള്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇത്രയും നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓപ്ഷൻ അത് തന്നെ നൽകുക. ഇനി ഉപരാഷ്ട്രപതി നൽകിയിട്ടില്ല അവരെങ്കിൽ രാഷ്ട്രപതി മാത്രമാണെങ്കിൽ അതും ഓപ്ഷനായി വരാം. കാരണം രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി വരുന്നുണ്ട്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി.
അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ലോകസഭയിലേക്ക് കിടക്കുകയാണ്. പാർലമെന്റിന്റെ അധോമണ്ഡല സഭയാണ് ലോകസഭ എന്ന് പറയുന്നത്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് ലോകസഭയിലേക്ക് നമുക്ക് മത്സരിക്കാനുള്ള നമ്മുടെ കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 550 ആണ്. നിലവിൽ എത്ര പേരാണുള്ളത്? 543 പേരാണ് നമ്മുടെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്. അവിടെ ഓർത്തിരിക്കുക, നേരത്തെ ലോകസഭയിലേക്ക് നമുക്ക് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു 2 മെമ്പേഴ്സിനെ. അത് നമ്മൾ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകസഭയിൽ 543 മെമ്പേഴ്സാണ് നിലവിലുള്ളത്. 550 മെമ്പേഴ്സ് വരെ നമുക്ക് ആകാവുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോകസഭാ സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അതായത് ഒരു ഫിനാൻസ് ബില്ല്, പല ടൈപ്പുള്ള ബില്ലുകളുണ്ട്. അതിനകത്ത് നമ്മുടെ മണി ബില്ല് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലോകസഭയാണ്. അതായത് ലോകസഭ സ്പീക്കറാണ് ഇത് ധനബില്ലാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ധനബില്ല് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോകസഭയിലാണ്. ധനപരമായ കാര്യങ്ങൾ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ലോകസഭയ്ക്കുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഈ രാജ്യസഭ എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ തന്നെ ഉപരിസഭ എന്നത്, രാജ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പിലുള്ളതെന്ന് ഓർക്കുക. അപ്പൊ അത് ഉപരിസഭ. രാജ്യസഭ എന്ന് പറയുന്നത് ഉപരിസഭയാണ്. സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം നൽകുക, അതായത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായി ഇന്ത്യൻ പൗരന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. നമുക്ക് രാജ്യസഭയിലേക്ക്, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജനാധിപത്യത്തിന് അവരുടെ ജനാധിപത്യത്തിലെ എത്ര ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നമുക്ക് രാജ്യസഭാ സീറ്റുകൾ വരുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോകസഭാ അംഗങ്ങളുടെ കാലാവധി 5 വർഷവും രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷവുമാണ്. 1/3 അംഗങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ എക്സാം നടന്ന VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു എന്ന്. 2/3 ഭാഗമല്ല, 1/3 ആണ്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ, അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇനി രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും രാജ്യസഭയിലേക്ക് 12 പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം. ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതാണ് നടത്തിയത്. ഇപ്പോഴും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ 12 പേരാണ് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കാരണം രാജ്യസഭയുടെ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. അപ്പൊ തീർച്ചയായിട്ടും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് രാജ്യസഭയിൽ നിന്ന് തന്നെയാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിലെ ലോകസഭയ്ക്കാണ് അധികാരമെന്ന്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? രാജ്യസഭയ്ക്കാണ് അധികാരം. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് രാജ്യസഭയിൽ നിന്നുമാണ്. അതേസമയം ലോകസഭയ്ക്ക് നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാന അധികാരം എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയേക്കാൾ കൂടുതൽ ഒരു അധികാരം ലോകസഭയിലുള്ളത് ഫിനാൻസ് ബില്ലുമായി റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും ലോകസഭയിലാണ്. അതും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോകസഭയ്ക്കാണ്. അതിന് പൂർണ്ണാധികാരം ഉള്ളതും. ഓക്കെ, ഇനി നിയമനിർമ്മാണം. ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഭരണപ്രക്രിയയിൽ കൂടുതൽ സുഗമമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താറുണ്ട്. അതായത് പല ടൈപ്പ് ബില്ലുകളുണ്ട്. ഒരു നിയമമാകുന്നത് 3 വായനയിലൂടെയാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. അത് രാഷ്ട്രപതി ഒപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് പരിപൂർണമായ നിയമമായി മാറുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി അവർ പറയുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് എന്ന്. മന്ത്രി അല്ലാത്ത ഒരു പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്നത് സ്വകാര്യ ബില്ല് അഥവാ പ്രൈവറ്റ് ബില്ല് എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ ബില്ല് എന്ന് പറയുന്നത് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകൾ, പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നത് മിനിസ്റ്റർ അല്ലാത്ത ഒരു പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലുമാണ്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവ് വഴികളും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, ലോകസഭാ സ്പീക്കറാണ് ധനബില്ല് ആണോ അല്ലയോ എന്ന് നോക്കുന്നത്.
ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായി കണക്കാക്കപ്പെടുന്നു. ഇനി ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് 3 ഘട്ടങ്ങളാണ്. 1-ാം വായന, 2-ാം വായന, 3-ാം വായന. ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ എവിടെ വേണമെങ്കിലും മന്ത്രിയോ അതായത് മന്ത്രിയല്ലാത്ത ഒരു പാർലമെന്ററി അംഗത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. അതാണ് 1-ാം വായന. അത് ജസ്റ്റ് വായിക്കുന്നു. 2-ാം വായന ഈ ഘട്ടത്തിലെ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, കമ്മിറ്റി ഘട്ടം ഏതാണെന്ന് വെച്ചാൽ 2-ാം വായനയിലാണ് വരുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. 3-ാം വായന ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ 2-ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. ഇതാണ് ഒരു ബില്ല് നിയമമായി മാറുന്നതിന്റെ ഇത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ. ഇവിടെ ഒരു 3 ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേക്കാം. 61-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആണ് 61-ാം ഭരണഘടനാ ഭേദഗതി നൽകുന്നത്. ഇനി 86-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 21A നമ്മൾ കൂട്ടിച്ചേർത്താണ്. അതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. 101-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? GST വന്നത് 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുന്നതിനാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞത്. ഭരണഘടനാ ഭേദഗതി എന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നുമാണ് എടുത്തിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360 പ്രകാരമാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സംയുക്ത സമ്മേളനം നടത്താം. നമുക്കറിയാവുന്ന കാര്യമാണ്. 3 സംയുക്ത സമ്മേളനങ്ങളാണ് നടത്തിയത്. ആദ്യത്തെ സംയുക്ത സമ്മേളനം ഏതായിരുന്നു? സ്ത്രീധന നിരോധനത്തിനെതിരെ നടന്ന സംയുക്ത സമ്മേളനമാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഭരണഘടനാ ഭേദഗതി നടത്തിയെന്ന് വിചാരിക്കുക. ബില്ല് പാസ്സായി, രാഷ്ട്രപതി ഒപ്പുവയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് നമുക്ക് ജുഡീഷ്യറിക്ക് തോന്നുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യറിക്ക് ഈ പറയുന്ന അത് അസാധുവാക്കാൻ സാധിക്കും. അതാണ് ജുഡീഷ്യറിയുടെ അധികാരം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ പരിചയപ്പെടാം. ഇനി നമ്മുടെ അയവുള്ള ഭേദഗതികൾ ഉണ്ട്. 3 ടൈപ്പുള്ള ഭേദഗതികളാണുള്ളത്. അടുത്തത് ദൃഢമായ ഭേദഗതി, അടുത്തത് അതിദൃഢമായ ഭേദഗതി. ഇങ്ങനെ 3 ടൈപ്പ് ഭേദഗതി രീതികളാണ് ഇന്ത്യയിൽ ഉള്ളത്. അയവുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം മാത്രമാണ് ആവശ്യമുള്ളൂ. അങ്ങനെയുള്ളവയാണ് നമ്മൾ അയവുള്ള ഭേദഗതികൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയാണ് അയവുള്ള ഭേദഗതിയിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അത് കേവല ഭൂരിപക്ഷം. ഇപ്പം 100 പേരാണ് സഭയിൽ സ്ട്രെങ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 51 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതായത് 50% + 1. അതാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ദൃഢമായ ഭേദഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇരുസഭകളിലെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം എങ്കിൽ നമുക്ക് ഒരു ദൃഢമായ ഭേദഗതി ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നമ്മൾ മാറ്റി. അതൊരു ദൃഢമായ ഭേദഗതിക്ക് ഉദാഹരണമാണ്. ഇനി അതിദൃഢമായ ഭേദഗതി, ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ GST വന്നപ്പോൾ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ പാർലമെന്റ് അംഗീകരിച്ചു എങ്കിലും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ, അതായത് ടോട്ടലുള്ള നമ്മുടെ സംസ്ഥാനങ്ങൾ പകുതി സംസ്ഥാനങ്ങൾ, അതായത് 14 സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിദൃഢമായ ഭേദഗതി നടപ്പിലാവുകയുള്ളൂ. 3 ടൈപ്പുള്ള ഭേദഗതി ഓർത്തിരിക്കുക. അത് ഏതൊക്കെയാണ് ഓർത്തിരിക്കുക. ഇനി
ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം അത് ഏതിലുള്ളതാണ്? അതൊരു സാധാരണ കേവല ഭൂരിപക്ഷം മാത്രം മതി. അതായത് അയവുള്ള ഭേദഗതിയാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം എന്ന് പറയുന്നത്. 86-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 86-ാം ഭരണഘടനാ ഭേദഗതി എന്നത് നമ്മുടെ മൗലികാവകാശത്തിൽ തന്നെ 21A ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയതാണ്. അത് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പാണ് അത്. അതായത് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നതാണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തുക. അതായത് നമ്മുടെ സംസ്ഥാന ലിസ്റ്റുകൾ, അതായത് കേന്ദ്ര ഗവൺമെന്റുകളുടെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും അധികാരത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭേദഗതികൾ അതിദൃഢമായ ഭേദഗതിയാണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈപ്പാണ്. 86 ഏത് ടൈപ്പാണ്? അത് രണ്ടാമത്തെ ടൈപ്പാണ്. അതേസമയം കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തുന്നത് മൂന്നാമത്തെ ടൈപ്പുമാണ്. ഓക്കെ, നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് വരികയാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റും കൂടി ചേരുന്നതാണ്. അതായത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിര എക്സിക്യൂട്ടീവും. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും വരുന്നുണ്ട്. നാമമാത്രമായ എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയ്ക്കുമാണ് നമ്മുടെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാര്യം. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഉദ്യോഗസ്ഥ വൃത്തവും അതുപോലെ തന്നെ IAS സിവിൽ സർവീസുകാരൊക്കെ ഇല്ലേ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഈ മൂന്നെണ്ണം കൂടെ ഉൾക്കൊള്ളുന്നതാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നവയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ്. അതായത് നമ്മുടെ പാർലമെന്റ്, വേറെ ഒന്നും അറിയാനില്ല, നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാലും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. വീറ്റോ പവർ നമുക്കറിയാലോ, അതാണ് വിവേചനാധികാരം. പക്ഷേ നമ്മുടെ രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ പോലും നാമമാത്രമായ അധികാരങ്ങളേ ഉള്ളൂ. യഥാർത്ഥ നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഇനി രാഷ്ട്രപതി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റില് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സും നമുക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 35 വയസ്സുമാണ്. ഓർത്തിരിക്കുക. ഇനി നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സിന് അതിനുള്ള അധികാരം ഇല്ല. ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ചുമതല നിർവഹിക്കേണ്ടത്. ഇത്രയുമാണ് രാഷ്ട്രപതിയെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമന്ത്രിയെ പറ്റി നോക്കാം. പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തലവനാണ് പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ മുന്നണിയും രാജ്യത്തിന്റെ നേതാവാണ്. അതായത് ആർക്കാണ് ഭൂരിപക്ഷം ലഭിക്കുന്ന ആ പാർട്ടിയുടെ നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ആണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. ഓക്കെ, ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതിയാണ്. അപ്പോൾ അത് തെറ്റാണ്. രാഷ്ട്രപതിക്ക് വിവേചനാധികാരമുണ്ട്, അത് ശരിയാണ്. കാരണം വീറ്റോ പവർ, അതാണ് വിവേചനാധികാരം. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്, അതും കറക്റ്റ് ആണ്.
പ്രതിരോധ സേനയുടെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. ആണോ? അല്ല, രാഷ്ട്രപതിയാണ് സർവ്വസൈന്യാധിപനായിട്ട് നിൽക്കുന്നത്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കറക്റ്റ് ആണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. ആണോ? അല്ല, രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ആണോ? അല്ല, രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ. ഇനി മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യഭരണം നിർവഹിക്കുക, അതുപോലെ തന്നെ ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും പുറപ്പെടുവിക്കുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മാറ്റം നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇത്രയുമാണ് നമ്മുടെ മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന കടമ മന്ത്രിസഭയ്ക്ക് ഉള്ളതാണ്. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം. സ്ഥിര കാര്യനിർവഹണ വിഭാഗം ഒന്നുമില്ല, നമ്മുടെ ഉദ്യോഗസ്ഥ വൃത്തമാണ്. അതായത് എക്സാമുകൾ നടത്തിയിട്ട് ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ട് എക്സാമുകൾ നടത്തി അതിനനുയോജ്യമായി പോസ്റ്റുകൾ കൊടുത്ത് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നമ്മുടെ നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗം സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർമ്മാണ വിഭാഗങ്ങളെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു അമെന്റ്മെന്റ് നടത്തി, പക്ഷെ നമ്മുടെ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ആ അമെന്റ്മെന്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭരണഘടനാ അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നമ്മുടെ സുപ്രീം കോടതിക്ക് റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം ഈ പറയുന്ന നന്നായാണ് ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. ഇനി നമ്മുടെ നീതിന്യായ വിഭാഗം ഒരു പിരമിഡൽ സ്ട്രക്ചറാണ്. അതായത് ഏറ്റവും മേലെ സുപ്രീം കോടതി, അതിന്റെ താഴെ സംസ്ഥാന ഹൈക്കോടതികൾ, ഓരോ സംസ്ഥാനത്തിലെയും ജില്ലാ കോടതികൾ, ജില്ലാ കോടതികൾക്ക് താഴെ കീഴ്ക്കോടതികൾ. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. അതൊരു പിരമിഡൽ രൂപത്തിലാണ്. അത് പിരമിഡൽ സ്ട്രക്ചറാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതവും ഇന്ത്യ ഭരണഘടനയുടെ കാവലാളായും ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി സുപ്രീം കോടതി. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി സ്ഥാപിതമായത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. സുപ്രീം കോടതിയുടെ അധികാരം ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു തർക്കം, അതൊരിക്കലും ഒരു ഹൈക്കോടതിക്ക് പറ്റുമോ? കാരണം സംസ്ഥാനത്തിന്റെ മാത്രം പരമോന്നത, ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. അതിനാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, അതായത് കീഴ്ക്കോടതിയിൽ നിന്നും വരുന്ന അപ്പീലുകൾ പരിഗണിച്ച് അതിന് ഒരു സ്യൂട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഉപദേശക അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ഒരു നിയമോപദേശം ആവശ്യമുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അതാണ് ഉപദേശാധികാരം. പിന്നെ റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകൾ രൂപപ്പെടുത്തി പ്രത്യേക ഉത്തരവുകൾ ഇറക്കാൻ രാഷ്ട്രപതിക്കല്ല, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇനി പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്ന നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരം ആണ്. എന്താണ് പുനരവലോകന അധികാരം എന്ന് പറയുന്നത്? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനും സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. ഇതിനെയാണ് പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. ഇനി പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പറയുന്ന നമ്മുടെ 3 കാര്യങ്ങൾ, അതായത് നമ്മുടെ പാർലമെന്റും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും, ഈ 3 വിഭാഗവും പരസ്പര പൂരകങ്ങളാണ്. അതായത് ആർക്കും സ്വന്തമായിട്ട് നിലനിൽപ്പ് ഇല്ല. ലെജിസ്ലേച്ചറിനും കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും 3 കൂടി ചേർന്ന് മാത്രമാണ് നമ്മുടെ ജനാധിപത്യ ഭരണക്രമം
നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ഏതൊരു എക്സാമിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് ഇതുകൂടാതെ മെയിൻ ആയിട്ടും സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് അമെൻമെന്റുകളും അതുപോലെ തന്നെ കമ്മീഷനുകളുമാണ് ഉള്ളത്. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു പോർഷൻ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു പോർഷനുമായി വരുന്നത് വരെ താങ്ക് യു. ഓക്കെ, സീ യു അഗെയിൻ.